2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു. അതിന്റെ 3-ാം അധ്യായത്തിൽ അവൻ നമ്മെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ പ്രാപ്തരാക്കി. അതായത് ആരുടെയും കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ ബലം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മഹത്വം കൊണ്ടോ അല്ല പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാകുന്നതും ദൈവശക്തി അവരിലൂടെ ദൈവ മഹത്വം വെളിപ്പെടുന്നതുമൊക്കെ പകരം ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ഒന്നുകൊണ്ട് മാത്രമാണ്. വചനത്തിലൂടെ നാം പരിശോധിക്കുമ്പോൾ ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ പോഷത്വമായി തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബലഹീനമായി തിരഞ്ഞെടുത്തു. ഒരുപക്ഷെ പത്രോസിനെ നോക്കി ലോകത്തിന് പറയാൻ കഴിയും ഇവൻ മുക്കുവനാണ്, മീൻപിടുത്തത്തിനപ്പുറം ഇവൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ ദൈവം കർത്താവായ യേശു ക്രിസ്തു അവനെ നോക്കി ഇപ്രകാരം പറഞ്ഞു, പത്രോസെ നിന്റെ മേൽ ഞാൻ സഭയെ പണിയും. അങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ചുങ്കക്കാരനായ മത്തായിയെ നോക്കി ഒരുപക്ഷെ ലോകം പറയും ഇവൻ ചുങ്കക്കാരനാണ്, ഇവനോട് അടുത്തു സഹകരിക്കുവാൻ കൊള്ളത്തില്ല. പക്ഷേ എന്നാൽ ദൈവം പറയുന്നു, മത്തായിയെ നീ പുതിയ നിയമത്തിലെ ആദ്യത്തെ സുവിശേഷം എഴുതും. പഴയ നിയമത്തിൽ ഏലീശ എന്ന വ്യക്തിയെ നോക്കി ഒരുപക്ഷെ ജനത്തിനു പറയാനുള്ളത് ഇപ്രകാരമായിരിക്കും, നീ കർഷകനാണ്, അതിനപ്പുറത്തേക്ക് നിനക്ക് വളരാൻ കഴിയത്തില്ല. പക്ഷേ എന്നാൽ ദൈവശക്തി ഏലീശയെ നോക്കി പറയും, നീ ഇരട്ടി ശക്തിയുള്ളവനായി തീരും, നിന്റെ കയ്യാൽ അത്ഭുതങ്ങൾ നടക്കപ്പെടും. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ സ്നേഹവും നമ്മിൽ വെളിപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നാം എത്രത്തോളം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുവാൻ കഴിയുമോ അത്രത്തോളം വിശ്വസ്തരായിരിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.